രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നുവെന്ന് ഇന്ത്യൻ ഫുട്ബോൾ നായകൻ സുനിൽ ഛേത്രി. കുവൈത്തിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷമാകും വിരമിക്കുക. 39 വയസ്സിലാണ് ഇന്ത്യൻ നായകന്റെ വിരമിക്കൽ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹരി ഗോവിന്ദുണ്ട് വിവരങ്ങളുമായി. ഹരി, വളരെ അപ്രതീക്ഷിതമായിട്ടാണോ സുനിൽ ഛേത്രിയുടെ ഈ പ്രഖ്യാപനം? അജിംസ്, അപ്രതീക്ഷിതം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുൻപ് പലതവണ ഛേത്രി വിരമിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ തന്റെ സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഛേത്രി വിരമിക്കുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത്. 39 വയസ്സിലാണ് താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം. ജൂൺ 6 കുവൈത്തിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരം തന്റെ അവസാന മത്സരമായേക്കുമെന്ന് ഛേത്രി പറയുന്നു. ഛേത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്കായി നീണ്ട കാലം സുവർണ കാലഘട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്ന താരമാണ് ഛേത്രി. പല സ്ട്രൈക്കർമാർക്കും യുവതാരങ്ങൾക്ക് പോലും ഛേത്രിയുടെ ഒപ്പമുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും നിർണായക താരമായി ഛേത്രി ഈ കാലയളവിൽ വളർന്നിരുന്നു. ഛേത്രിയുടെ ഒരു റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ 150 മത്സരങ്ങളാണ് ഇന്ത്യക്കായി ഛേത്രി കളിച്ചിട്ടുള്ളത്. ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന താരമാണ് സുനിൽ ഛേത്രി. ഇതോടൊപ്പം 94 ഗോളുകൾ ഇന്ത്യക്കായി ഛേത്രി നേടിക്കൊടുത്തു. പല ടൂർണമെന്റുകളിലും നിർണായക പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യയെ വിജയിപ്പിക്കാൻ ഛേത്രി കഴിഞ്ഞിട്ടുണ്ട്. ഛേത്രിയുടെ ഒരു അഭാവം ഇന്ത്യക്ക് വളരെ വലിയ തിരിച്ചടിയാണ്. 94 ഗോളുകൾ എന്ന് പറയുന്നത് ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമാണ് ഛേത്രി. ഒരുപക്ഷെ ബൈജുങ് ബൂട്ടിയയ്ക്കും IM വിജയനുമെല്ലാം ശേഷം ഇത്രയധികം ഇന്ത്യൻ ടീം ആഘോഷിച്ചു മറ്റൊരു സ്ട്രൈക്കർ ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ. ഛേത്രിയുടെ ഒരു അഭാവം ഇന്ത്യൻ ടീമിന് വലിയ തിരിച്ചടിയാവും. മുൻപ് പലതവണ ഛേത്രി വിരമിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അന്നൊന്നും ഛേത്രി താൻ വിരമിക്കാൻ തയ്യാറായിട്ടില്ല. തൻ്റെ ശരീരം തന്നെ തളർത്തുന്ന അത്രയും കാലം താൻ കളിക്കുമെന്ന് ഛേത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും തൻ്റെ പ്രായം കണക്കിലെടുത്ത് താൻ വിരമിക്കുന്നു എന്നതാണ് ഛേത്രി അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. അജിംസ്, ശരി ഹരി.